സ്വാമി, ഈ ബാബുക്കുട്ടനെ അനുഗ്രഹിക്കണം. സ്വാമി, സ്വാമിയുടെ പേരെന്താ? നമ്മെ ഈ ലൗകിക ലോകം അപൂർണാനന്ദമുനി എന്ന് വിളിക്കുന്നു. അപൂർണം എന്നുവച്ചാ? ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ബാബുക്കുട്ട അപൂർണത. പുസ്തകത്തിലെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ എതിർഭാഗം കൂടി കേൾക്കണം. ചോരനല്ലാത്ത ഒരുവനെ അഥവാ മോഷ്ടാവല്ലാത്ത ഒരുവനെ ചോരമാർഗത്തിൽ കാണപ്പെട്ടു എന്ന് വരാമല്ലോ. മോഷ്ടാവല്ലാതിരുന്നിട്ടും കൊടിയ മർദ്ദനത്തെ ഭയന്ന് മോഷ്ടാവാണ് ഞാനെന്ന് പറഞ്ഞ മാണ്ഡവ്യൻ തന്നെ ഇതിന് ഉദാഹരണം. ആയതുകൊണ്ട് എല്ലാ തെളിവുകളും ശരിയാണെങ്കിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അല്പാപരാധൻ, ബാലൻ, വൃദ്ധൻ, വ്യാധിതൻ, ക്ഷുത്ത് കൊണ്ടോ തണ്ണീർദാഹം കൊണ്ടോ മാർഗസഞ്ചാരം കൊണ്ടോ തളർന്നവൻ എന്നുള്ളവരെ ശിക്ഷിക്കരുതെന്ന് നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.